നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിനാണോ അതിൻ്റെ ക്വാളിറ്റിക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? ഇപ്പോൾ ചിലർ പറയും ഞങ്ങൾ കൊടുക്കുന്ന ക്യാഷിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. ഈ ഫുട്ബോൾ കളിയൊക്കെ എത്തുമ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയും ഒരു പ്രൊജക്ടർ അവർക്ക് ആവശ്യമാണ്, വീട്ടിലേക്കാണ്, ഒരു 5000 രൂപയൊക്കെ ചിലവഴിക്കാൻ പറ്റുള്ളൂ, പക്ഷേ അതിൽ നല്ല ബ്രൈറ്റ്നസ് വേണം, ആൻഡ്രോയിഡ് വേണം, അവർക്ക് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം എന്നൊക്കെ. അപ്പോൾ മുൻപാണ് ഞാൻ പറയുമായിരുന്നു അത്തരത്തിൽ നമുക്ക് 5000 രൂപ കൊടുത്തോണ്ട് ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ടറുകളൊന്നും കിട്ടില്ല, അത് സ്മാർട്ട് പ്രൊജക്ടറുകളൊന്നും കിട്ടില്ല എന്ന്. പക്ഷെ ഇപ്പോഴേ പറയാം, ഒരു 999 രൂപ കൂടി നിങ്ങൾക്ക് മുടക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ അത്തരത്തിലൊരു പ്രൊജക്ടർ പറഞ്ഞുതരാമെന്ന്. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്ന സെബ്രോണിക്സിൻ്റെ പിക്സാപ്ലെയർ 73 എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ടർ അത്തരത്തിൽ 5999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്മാർട്ട് പ്രൊജക്ടറാണ്. അപ്പോൾ 5999 രൂപ കിട്ടുന്ന ആ ഒരു സ്മാർട്ട് പ്രൊജക്ടർ ആ ഒരു പ്രൈസിന് വർത്താണോ? എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി, വിശദമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇതാണ് സെബ് പിക്സാപ്ലെയർ 73യുടെ പാക്കേജ്. ഇതിൻ്റെ പുറത്തായിട്ട് 4K സപ്പോർട്ട് എന്നൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു പ്രൊജക്ടറും പിന്നെ അതിൻ്റെ റിമോട്ടും പവർ കേബിളും ഒരു HDMI കേബിളുമാണ്. ഇതുപോലെ ടിൽറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ച രീതിയിലാണ് ഈ പിക്സാപ്ലെയർ 73 എന്ന പ്രൊജക്ടർ. ഫ്രണ്ട് സൈഡിൽ മെഷുകളുടെ ഡിസൈനിലുള്ള എയർ പാസേജുകളുടെ നടുവിലായിട്ട് പ്രൊജക്ടർ ലെൻസും അതിന് മുകളിലായിട്ട് ഫോക്കസ് അഡ്ജസ്റ്ററും കാണാം. സൈഡുകളിൽ മറ്റൊന്നുമില്ല. റിയർ സൈഡിൽ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, ഒരു USB ഇൻപുട്ട്, ഓഡിയോ ഔട്ട്, HDMI ഇൻപുട്ട് എന്നിവയും നമുക്കിവിടെ കാണാം. ഇതിൽ നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് 4K വീഡിയോകൾ ആ ഒരു 4K റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ പാക്കേജിന് പുറത്ത് 4K സപ്പോർട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ ലഡുവൊന്നും പൊട്ടണ്ട, ഇതൊരു 4K പ്രൊജക്ടർ അല്ല. ഇതിൻ്റെ റെസൊല്യൂഷൻ, അതായത് നേറ്റീവ് റെസൊല്യൂഷൻ, അത് HD ആണ്, 720p മാത്രം. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. നമുക്ക് ആ നെറ്റ്ഫ്ലിക്സും യൂട്യൂബൊക്കെ ഓപ്പൺ ആക്കാനുള്ള ഷോർട്ട് കട്ടുകൾ, പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഒരു ഷോർട്ട് കട്ട് കാണാം. നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് കട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നേരെ സെറ്റിങ്സിലേക്കും അതുപോലെ ഫയൽസ്, HDMI ഇൻപുട്ട്, ഇതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകളാണ് നമുക്ക് ഈ ഹോം സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി സെറ്റിങ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സെറ്റിങ്സ്, ആ നെറ്റ്വർക്ക് സെറ്റിങ്ങിൽ തന്നെ നമുക്ക് വൈഫൈ സെറ്റിംഗ് കാണാം, ഹോട്ട്സ്പോട്ട് സെറ്റിംഗ് കാണാം. ഇതൊരു ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടുള്ള പ്രൊജക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5G ബാൻഡിലുള്ള വൈഫൈയും ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സൗണ്ട് ബാറൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് പെയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി പ്രൊജക്ഷൻ സെറ്റിങ്ങിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ സൂം കാണാം. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഒരു 84 ഇഞ്ചിലാണ് വെച്ചിരിക്കുന്നത്. അത് ഫിക്സ്ഡ് ആണ്. മിനിമം സൂമിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു 330 സെൻറ്റിമീറ്റർ വരെയൊക്കെ പ്രൊജക്ഷൻ സാധ്യമാണെന്നാണ് അവർ പറയുന്നത്. നമ്മളിതൊരു 10 റൂമിലാണ് വെച്ചാണ്, അപ്പോൾ അതിനുള്ളിൽ ഇത്രേ സൗകര്യമുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രൊജക്ഷൻ മോഡാണ്. നമ്മൾ ഈ ഒരു പ്രൊജക്ടർ ഉപയോഗിക്കാനായിട്ട് വയ്ക്കുന്നത് ഒരു ടേബിളിലാണോ അല്ലെങ്കിൽ ഭിത്തിയിൽ തൂക്കിയിട്ടേക്കാണോ എന്നൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു സ്ക്രീനിൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മോഡ്. അടുത്തത് കീസ്റ്റോൺ കറക്ഷനാണ്. കീസ്റ്റോൺ കറക്ഷൻ നമുക്കിതിൽ ഓട്ടോയും ലഭ്യമാണ്. ഇത് കൂടാതെ നമുക്ക് ഇത്തരത്തിൽ മാനുവലി കൺട്രോൾ ചെയ്യാനും സാധിക്കും, റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട്. ഇതിൽ ലഭ്യമായ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് മിററിംഗ് സൗകര്യമാണ്. അതായത് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ഐഫോൺ ആണെങ്കിലോ അല്ലെങ്കിൽ മാക്ബുക്ക് ആണെങ്കിലും ഇതൊക്കെ തന്നെ നമുക്ക് ഇതിലേക്ക് മിറർ ചെയ്ത് കാണാൻ സാധിക്കും. അതിലെ വിഷ്വലുകൾ വൈഫൈ വഴി നമുക്ക് ഇതിൽ കാണാനും പ്ലേ ചെയ്യാനൊക്കെ സാധിക്കും. ഇനി ഇതിൻ്റെ സ്റ്റോറേജിനെ പറ്റി പറയുകയാണെങ്കിൽ 8GB ആണ് ഇതിൽ സ്റ്റോറേജ് ലഭ്യമുള്ളത്, 1GB ആണ് ഇതിൻ്റെ റാം. അപ്പോൾ ഇതിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? നമുക്കിതിൽ ഓട്ടോ ഫോക്കസ് ഇല്ല, മാനുവൽ ഫോക്കസ് ആണുള്ളത്. നമ്മൾ ഈ ഒരു പ്രൊജക്ടറിൻ്റെ മുകളിൽ ഇതുപോലെ തിരിച്ചിട്ട് വേണം ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ. കീസ്റ്റോൺ കറക്ഷൻ അത് ഓട്ടോ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ആ ഒരു കീസ്റ്റോൺ കറക്ഷൻ അത് നമുക്ക് ഓട്ടോ ആയിട്ട് ഉപയോഗിക്കാം. അത് കൂടാതെ ഇലക്ട്രോണിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ 5999 രൂപയ്ക്ക് ഈ ഒരു പ്രൊജക്ടർ വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലിപ്പോൾ എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇത്തരത്തിൽ 5999 രൂപ കൊടുത്തിട്ട് ഒരു പ്രൊജക്ടർ വാങ്ങുമ്പോൾ നമ്മളിവിടെ വിട്ടുവീഴ്ച ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതിലെ ഫീച്ചേഴ്സ്. അതായത് നമുക്ക് ആൻഡ്രോയിഡ് വേണം, ഇതിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റണം, അല്ലേ? എന്നാൽ സെബ്രോണിക്സ് തന്നെ ഇത്തരത്തിൽ ആ ഒരു ആൻഡ്രോയിഡ് ഇല്ലാത്ത പ്രൊജക്ടർ ഇതിനേക്കാൾ കൂടുതൽ ബ്രൈറ്റ്നസ് ഉള്ളത് പുറത്തിറക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ആവശ്യം ബ്രൈറ്റ്നസ് ഉള്ള ഒരു പ്രൊജക്ടർ ആണ് എങ്കിൽ, തെളിച്ചം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലൊരു പ്രൊജക്ടർ വാങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമ്മൾ ഒരു പ്രൊജക്ടർ വാങ്ങുമ്പോൾ, അതുപോലെ വില നോക്കിയിട്ട് ഒരു പ്രൊജക്ടർ വാങ്ങുമ്പോൾ നമ്മൾ മറ്റ് ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് 3000 ലൂമൻസ് ആണ്. അത് ആൻസി ലൂമൻസ് അല്ലെന്നും കൂടി ആലോചിക്കണം. ഇവിടെ സെബ്രോണിക്സ് തന്നെ 30,000 ലൂമൻസ് വരെയുള്ള പ്രൊജക്ടറുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം നോക്കിയിട്ട് വേണം നമ്മൾ ഒരു പ്രൊജക്ടർ എടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രൈറ്റ്നസ് ഇതിൽ കുറച്ച് നമുക്ക് കുറവായിട്ടേ തോന്നുള്ളൂ, പക്ഷേ ഫീച്ചേഴ്സ് ഇതിൽ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 5999 രൂപയ്ക്ക് വർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമുക്ക് ഇതിൽ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ബ്രൈറ്റ്നസ് ഉള്ളൊരു പ്രൊജക്ടറാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ഇല്ലാത്ത തന്നെ സെബ്രോണിക്സിൻ്റെ മറ്റൊരു പ്രൊജക്ടർ നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ 1 വർഷം കമ്പനി ഇതിന് വാറണ്ടി നൽകുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെല്ലാം സർവീസ് സെൻറ്ററും സെബ്രോണിക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊജക്ടിനെ പറ്റിയും ഇതിൻ്റെ വിഷ്വലുകൾ കണ്ടപ്പോൾ ഉള്ളത്, ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഒരു അഭിപ്രായം അത് വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.